എവിടെ പോവാ? ഉപ്പ് ബർത്ത്ഡേക്ക് ഉപ്പ് നോട്ട് ദ പോയിന്റ്. ഡ്രസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇവിടെ നിന്ന് എന്താ വേണ്ട വെച്ചെടുത്തോ, ഒന്ന് നോക്കണ്ട. എല്ലാം വാങ്ങിച്ചു തരുമോ? ഇവിടെ എവിടെ ഉണ്ടാവുമോ? ഇപ്പുറത്ത് ഇത് ചേച്ചിയുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം നമ്മളിന്ന്. എനിക്കിത് കഴിഞ്ഞ് നേരെ ജോലിക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഷോപ്പിൽ വന്നു. ഇവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒറ്റ നോട്ടത്തിൽ കണ്ടോ? ഇതാണ് ഈ ചേച്ചി സെലക്ട് ചെയ്ത ഡ്രസ്സ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മെറൂണാണ് ഇന്നത്തെ നമ്മൾ വിചാരിച്ചിരുന്ന ഔട്ട്ഫിറ്റിൻ്റെ കളർ. ഫസ്റ്റത്തെ ഷോപ്പിൽ കയറിയിട്ട് ഒന്നും കിട്ടിയില്ല. അതായിട്ട് നമ്മൾ രണ്ടാമത്തെ ഷോപ്പിൽ കയറാൻ പോവാ. രണ്ടാമത്തെ ഷോപ്പ് നമുക്കിവിടെ കയറി നോക്കാം. രണ്ടാമത്തെ കടയിൽ നിന്നൊന്നും കിട്ടിയില്ല. ഒന്നിക്കഴിച്ച 3 അപ്പോൾ ഇന്നലെ 3 ഇന്നലെ എത്ര ഷോപ്പിൽ കയറി? 2 ഇന്നലെ 2-3 ഹാപ്പി ബർത്ത്ഡേ ന്യൂന് മെസ്സേജ്. ഇന്നലെ 2 ഷോപ്പിൽ പോയി, അവിടെ ഒന്നും കിട്ടിയില്ല. ഇതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ 2 ഷോപ്പിൽ കയറി. ഇനി അടുത്ത ഷോപ്പിൽ കയറണം. കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇനി നമ്മൾ പിന്നെ അടുത്ത ഏതെങ്കിലും കടയിൽ പോയി നോക്കാം. ലേറ്റായി. നമ്മൾ സെപ്റ്റംബറിൽ വന്നേ. ഓ, ലേറ്റായി. പിന്നെ ബർത്ത്ഡേ സെപ്റ്റംബറിലല്ലേ, അതിന് മുന്നേ വരാൻ പറ്റും. സെപ്റ്റംബർ ഏത് ചേച്ചിക്ക് ഇന്ന് രാത്രിയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. നാളെയാണ് ബർത്ത്ഡേ. നാളെ എന്നൊക്കെ പറഞ്ഞാൽ 23rd നമ്മൾ കേക്ക് കട്ട് ചെയ്യണേ. 24th ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്നലെ ഒരാൾ 12 മണിക്ക് വിഷ് ചെയ്തു, ഇന്നാണ് ബർത്ത്ഡേ എന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ ഒരാൾ അടുത്ത ആൾ മെസ്സേജ് അയക്കാം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ. ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് പക്ഷേ ഇതിന് പാകാവില്ല എന്നുള്ളു. അവിടെ നിന്നും കിട്ടിയില്ല. ഇറങ്ങി നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ മാംഗോ ഓർ നെക്സ്റ്റ്. അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം, ഇൻഡ്യൂഷൻ. എല്ലായിടത്തും നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്ക് കിട്ടിയില്ല. നമുക്ക് പോയി നോക്കാം. അഞ്ചാമത്തെ കടയിലെത്തി. നെക്സ്റ്റിൽ വന്ന് നോക്കിയിട്ട് നമ്മൾ കിട്ടിയില്ലെങ്കിൽ നേരെ അർണോട്ട്സിൽ പോകും. അർണോട്ട്സിൽ പോയി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാംഗോയിൽ പോകും. മാംഗോയിൽ അത്രയൊന്നും പോകേണ്ട വരില്ലേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്കപ്പോൾ നോക്കാം കേട്ടോ. പിന്നൊരു സംശയമുള്ളത് ഹൈറ്റ്. കുട്ടിയുടെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇറക്കത്തിൻ്റെ ഒരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. നെക്സ്റ്റ് ഇന്നും കിട്ടിയില്ല. ഇനി എവിടെ നിന്ന് കിട്ടും? ഒരു ഐഡിയ ഇല്ല എവിടെ നിന്ന് കിട്ടും. ഒന്നും രണ്ടും മൂന്നും അല്ല 5-6 ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങി. പക്ഷെ നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല. നമ്മളിനി മാർക്സ് ആൻഡ് സ്പെൻസറിൽ പോയി നോക്കും. അവിടെ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ 10 മണിയാകുമ്പോൾ എറണാകുളം മാംഗോ ഓപ്പൺ ആവും. 10 മണിക്ക് അവിടെ പോയി നോക്കാം. 2 ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു ബ്ലാക്കും ഒരു മെറൂൺ ഒരു ഷെയ്ഡിലുള്ള. നമ്മൾ മെറൂണാണ് നമ്മുടെ മൈൻഡിലുള്ളത്. ഇട്ട് നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാൻ വേണ്ട.
അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടി നമ്മുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് കിട്ടി. നല്ല നല്ല രസമുണ്ട്. ആ ഇതാകുമ്പോ സെറ്റ് വാങ്ങിക്കാലോ നമ്മള്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ വൈകിട്ട് ചേച്ചിയുടെ ബർത്ത്ഡേയുടെ കേക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. കേക്ക് ഒരെണ്ണം വാങ്ങിച്ചു, ഇനി ഒരു കേക്ക് കൂടെ വാങ്ങിക്കണം. ബാക്കി നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസും അടുത്ത കേക്കും തപ്പിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഗിഫ്റ്റൊക്കെ ഓൾറെഡി സെറ്റാണ്. അതെ കണ്ടോ, ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റാക്കി നിൽക്കുക. പക്ഷെ നമുക്ക് ബാക്കി വെളിയൂടെ ഒന്നും കിട്ടിയിട്ടില്ല. താഴെയിട്ട് പോയ ഐഫോൺ അല്ല. സമയം ഇപ്പോൾ എത്രയാണ് പറയൂ? കയ്യിലല്ലേ ഫോണിരിക്കണേ? 7:03 7:04 നമുക്ക് വേഗം നമ്മൾ 9 മണിക്ക് എല്ലാവരും വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ നമുക്കുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ അവസരത്തിൽ നമുക്ക് അതിന് ആവശ്യമുണ്ടോ? നമ്മൾ കവർ വാങ്ങിച്ചില്ലായിരുന്നു അല്ലേ? റെസീപ്റ്റ് വേണോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക്. നമ്മളെ ആൾക്കാർ രാഹുലാണ് അടുത്തതായി നമ്മളെ ഇതിലേക്ക് വരുന്നത്. ഹായ്, വെക്സ്ഫോർഡിലെ വിശേഷങ്ങൾ. അതെ, അങ്ങനെ 2 കേക്ക് കിട്ടി നമുക്ക്. ബാക്കി ഞാൻ രാഹുലിനും കൂടെ 2 കേക്കൊക്കെ വാങ്ങിച്ച്, ഒരു കേക്ക് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു, ഒരു കേക്ക് രാഹുലിന് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു. ഇനി സാന്ദ്രയും നിമ്മയും ബാക്കി ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോയിട്ട് എന്താണ് ഇതുവരെയുള്ള നടന്നു. 4 മണി തൊട്ട് നടക്കുന്നതാണ്. കാല് നന്നായിട്ട് വേദന എടുക്കുന്നു. എന്താണ് പറയാൻ? ആകെ ദിവസം 3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നത്. അതാണ് നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ പവർ. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിപ്പോ ആദ്യമായിട്ടല്ല. ഞാൻ ബർത്ത്ഡേ തന്നെ കണ്ണുന്നിട്ട് കാത്തിരിക്കായിരുന്നു. കണ്ടാ വയറ് കാലിയാക്കി വന്നേക്കുക ബിരിയാണി കഴിക്കാൻ. ആ ഏൽപ്പിച്ചു കാറ്ററിങ്ങിന്റെ. കണ്ടോ 2 കേക്ക്. ഇത് ഗീ ചേച്ചിയുടെ രാഹുൽ കൊടുക്കണ ഗിഫ്റ്റ്, ഇത് ഇവര് കൊടുക്കണ ഗിഫ്റ്റ്, ഇത് അതെ വേറൊരു ഗിഫ്റ്റ്. എന്താ ലൈഫ് തന്നെ. പോണ കറങ്ങി വരണ്ടേ? അത് ഫേസ് ട്രാക്ക് ആയപ്പോ അവനെ തന്നെ നോക്കുള്ളൂ. എല്ലാരും കാണുന്നുണ്ട്. രാഹുലിന്റെ സാധനം അത്. രാഹുൽ എത്രയാന്ന് പറഞ്ഞതിന്? ക്യാമറ കൊണ്ടുവന്നോ നീ ഇന്ന്? ടച്ചല്ലേ? സർപ്രൈസ് ഒന്നല്ല, ഇതിൽ അറിയാതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് കേക്ക് ഉണ്ടാവില്ല ചിലപ്പോ. എന്താ പറയാനുള്ള ഗീത ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സന്തോഷം. അബി എന്താ പറയാനുള്ളേ? ക്രിസ്റ്റി, ഗീത ചേച്ചിക്ക് എന്താ പറയാനുള്ളേ? ഹാപ്പിയാണോ? എന്താ കരയുന്നേ? ഞാൻ കരഞ്ഞില്ലല്ലോ. കണ്ണൊക്കെ നിറഞ്ഞു. എന്തിനാ കരയുന്നേ?
നീ ഞാൻ പറയണൊക്കെ ചെയ്താൽ മതി. ചേച്ചിയുടെ ബർത്ത്ഡേ ഈ സാധനങ്ങളെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത് ഗീതു ചേച്ചിയുടെ ബർത്ത്ഡേ സ്ട്രഗിൾ ചെയ്തെന്നൊക്കെ പറയുമ്പോ വിചാരിക്കും എന്തൊക്കെയാ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ 4 മണി തൊട്ട് പട്ടി ചന്തയ്ക്ക് നടക്കുന്ന പോലെ നടക്കുമായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഒന്നും. അതാണ് ഞങ്ങൾ വിചാരിച്ച ഒരു സാധനം കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ബലൂൺ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഗീതുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ആനയിക്കാൻ പോവാ. ഗീതുവിന്റെ അടുത്തോട്ട് വരും. ഗീതുവിന്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് വർക്ക് പറയൂ ഗീതു ചേച്ചി. ഒന്നും പറയണ്ട. എല്ലാം പറയണ്ട. ഞെട്ടു ആൾക്കാർ. വെറുതെ കരയുന്നത്. എന്തിനാ കരയുന്നത്? ബർത്ത്ഡേക്ക് കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാമോ? എനിക്ക് 2 പെഗ് അടിക്കാമോ പ്ലീസ്? നിങ്ങൾ എന്തെങ്കിലും കോച്ചിങ്ങിൽ 2 പെഗ് അടിക്കട്ടെ. ഞാൻ വരൂ, കടന്നു വരൂ. ഇവിടെ ഒന്നുമില്ല, കടന്നു വരൂ. അബി അവിടെയാണ്. ലൈറ്റ് ഇടറാ. അവിടെ ലൈറ്റ്. ഓ, ഇങ്ങനെ നോക്കുമ്പോ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടാ. ഇങ്ങനെ നോക്കുമ്പോ നല്ലോണം മനസ്സിലാവുണ്ട്. ശരിട്ടാ. പറ ബർത്ത്ഡേ സ്പീച്ച്. സിൽവർ ജൂബിലി. അവനതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അയ്യോ, കറവ് കളഞ്ഞു. ഇപ്പോഴാണ് കറക്റ്റായത്. അയ്യോ, ലൈറ്റ് ഇരുന്ന് വ്ളോഗ് അബി.
അവിടെ പോയി എടുക്കണോ? എനിക്കൊക്കെ ലാസ്റ്റേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇരിക്കെല്ലാരും ഇരുന്നോ? ക്യൂ പാലിക്കുക. കട്ടിയല്ലേ? താങ്ക് യു. എനിക്ക് വലിയ താങ്ക് യു. ഹാപ്പി ആയോ? ഹാപ്പി ആയി. രാവിലെ മൊത്തം നീ കഴിച്ചോളാം. കര കര വ്ളോഗ് വരാനുള്ളോ? എല്ലാവരുടെ ഇമോഷൻസ്. കണ്ടന്റ് കണ്ടന്റ് എനിക്ക് മനസ്സിലായി എന്താണ്. എന്താണിത്? അൺബോക്സിംഗ് ഐ വാച്ച് സീരീസ്. ഓ കണ്ടന്റോട് കണ്ടന്റ്. റോസ് ഗോൾഡാ? റോസ് ഗോൾഡ്. ഇതിപ്പോ ലേറ്റസ്റ്റ് 10 ഒന്നും ഇല്ല. 10 വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. 10 ഒക്കെ ബ്രാൻഡ് ന്യൂ ഫ്രം കുന്നംകുളം. റോസ് ഗോൾഡ്. ലേറ്റസ്റ്റ്.